അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാർച്ച് മാസത്തിലെ ശമ്പളം ലഭിക്കാത്തതിൽ NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ MVIP ഓഫീസിലെ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. NGOയെ എറണാകുളം ജില്ലാ സെക്രട്ടറി MI അബി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ MVIP ഓഫീസ് മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാർച്ച് മാസത്തെ ശമ്പളം നാളിതുവരെ MVIP ഓഫീസിലെ ജീവനക്കാർക്ക് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സംഗമം NGOയെ എറണാകുളം ജില്ലാ സെക്രട്ടറി MA അബി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിശ്ചിത വരുമാനക്കാരാണ്. മറ്റൊരു വരുമാനം നമുക്കില്ല. വേറൊരു പണിക്ക് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു പെട്ടിക്കട നടത്തുവാനോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഓടിക്കാനുള്ള അനുവാദം നമുക്കില്ല. നമ്മുടെ സർക്കാർ നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. നമുക്ക് ആകെയുള്ളത് നമുക്ക് മാസാവസാനം കിട്ടുന്ന നിശ്ചിത വരുമാനം മാത്രം. ആ നിശ്ചിത വരുമാനം നോക്കി നമ്മൾ ഇരിക്കുകയാണ്. കാരണം ഒരു മാസം എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് ഒരു സർക്കാർ ജീവനക്കാരന് അറിയില്ല. 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ ആദ്യം വീട്ടുപടിക്കലേക്ക് ഓരോരുത്തരായിട്ട് നമ്മുടെ അടുക്കലേക്ക് വരും. ആദ്യം പാലുകാരൻ വരും, പത്രക്കാരൻ വരും, പിന്നെ കേബിൾക്കാരൻ വരും, നെറ്റിന്റെ കണക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ പൈസയും കൊടുത്തു കഴിയുമ്പോൾ ഒരു പൈസയും നമ്മുടെ കയ്യിലില്ലാത്ത അവസ്ഥയാണ്. ഓരോ സർക്കാർ ജീവനക്കാരും മാസം 15 ആവുമ്പോഴേക്കും തങ്ങളുടെ കയ്യിൽ കിട്ടിയ തങ്ങളുടെ അക്കൗണ്ട് കാലിയാവുന്ന സ്ഥിതിവിശേഷമാണ് ഓരോ സർക്കാർ ജീവനക്കാരനും ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് 15-ാം തീയതി ആയിട്ട് പോലും ഈ 16-ാം തീയതി ആയിട്ട് പോലും നമുക്ക് സാലറി കിട്ടാത്തത്. നമ്മളുടെ പാലുകാരനോടും പത്രക്കാരനോടും എല്ലാം നമ്മൾക്ക് എങ്ങനെ കടം പറയാൻ പറ്റും? അവർ നോക്കുമ്പോൾ നമ്മൾ സർക്കാർ ജീവനക്കാർ. എന്നാൽ യഥാർത്ഥ വശം നമുക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. സർക്കാർ ജീവനക്കാരായ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ എനിക്ക് കാശ് കിട്ടിയിട്ടില്ല, 2 ദിവസം കഴിയിട്ടിട്ട് കിട്ടുമ്പോൾ തരാട്ടെ എന്ന് നമ്മൾ എത്ര നാൾ പറയും? ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് കരുതിയിരുന്നു. നമുക്കിന്ന് 16-ാം തീയതി കഴിഞ്ഞ് എന്നിട്ട് നമ്മളുടെ സാലറി ഇല്ല. എന്തൊരു സർക്കാർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ 5 വർഷം വിലക്കോടില്ല എന്ന മുദ്രാവാക്യം നമ്മുടെ അധികാരത്തിലേറിയ സർക്കാർ അധികാരത്തിലിരുന്ന് അഭിരമിക്കുമ്പോൾ വിലക്കയറ്റം കൊണ്ട് വേലിയേറ്റം സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവനക്കാരന് കിട്ടേണ്ട സാലറി പോലും കൃത്യമായി നൽകാതെ ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെ നമ്മൾ എന്ത് വിളിക്കും? ജീവനക്കാരുടെ DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, DA അരിയർ, ലീവ് സറണ്ടർ, മെഡിസെപ്, പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇവയെല്ലാം കാറ്റിൽ പറത്തിയത് പോരാതെ ഒരു ഓഫീസിലെ മുഴുവൻ ജീവനക്കാരുടെയും ശമ്പളം മുടങ്ങിയത് കേരള പൊതുസമൂഹത്തിനാകെ നാണക്കേടാണെന്നും MVIP ഓഫീസിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിഷേധ യോഗത്തിൽ മൂവാറ്റുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് അബ്രഹാം KA അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ബിനു MU, ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് PA ജോർജ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ വർഗീസ്, സംസ്ഥാന കൗൺസിൽ അംഗം PN സജീവൻ, ഭാരവാഹികളായ സഹൽ PM, മനു ചാക്കോ, സിജുമോൻ, അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. ഉച്ചയോടുകൂടിയാണ് പ്രതിഷേധം അവസാനിച്ചത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.